കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാൻ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്. ആലീസ് ക്രിസ്റ്റി ലൈറ്റനിങ് ട്രീറ്റ്മെന്റ് ഫേസ് സർജറീസും ഫേസ് ചെയ്തിട്ടുണ്ടോ? ഫേസ് ഷേപ്പ് എങ്ങനെ മാറി, അല്ലെങ്കിൽ ഫേസ് എങ്ങനെ ഷേപ്പായി കുറച്ചുകൂടെ മാറിയല്ലോ എന്ന് കണ്ടിട്ട് ഈ ഒരു ലുക്കിലേക്ക് മാറിയത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്ലാസ്റ്റിക് സർജന്മാർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സലന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സർജന്മാർ പോലും ഇവരുടെ ചെറിയൊരു കൈ മസാജിന് മുന്നിൽ തോറ്റു തുന്നമ്പടി നിന്ന് പോകും. ഞാനൊരു വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാൻ കാണിക്കത്തില്ല. ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു മസാജ് എന്ന് പറയുന്നത് ഇതുണ്ടോ? നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരിക്കും വന്നാൽ ഇവിടുത്തെ ഈ ജോലൈൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരികയും ചെയ്യും. എനിക്ക് ജോലൈൻ അങ്ങനെ മസാജ് ചെയ്യുമ്പോഴേ ജോലൈൻ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അങ്ങ് വരുന്നു. എത്രമാത്രം വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇവർ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി തരാം. നയൻതാര എന്ന ആക്ട്രസിനെ എല്ലാവർക്കും അറിയാമല്ലോ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമ്മുടെ സൗന്ദര്യത്തിൻ്റെ വഴികാട്ടികൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ എവിടെ ഉള്ള ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശ്രേണിയിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഈ ഒരു ചാനലിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നിങ്ങൾ എങ്ങനെയാണ് ചതിക്കപ്പെടുന്നത്, എങ്ങനെയാണ് വഞ്ചിക്കപ്പെടുന്നത്, നിങ്ങളെ ഇവർ പച്ചയ്ക്ക് പറ്റിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം. ഇന്ന് നമ്മുടെ ആലീസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു പ്രമുഖ ഇൻഫ്ലുവൻസർ അവരുടെ ചാനലിലൂടെ നിരന്തരമായി പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, അതിനകത്ത് ഈ പറയുന്ന പ്രോഡക്റ്റുകളൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം അവർക്ക് ഇതിനു മുമ്പ് തന്നെ ഗുരുതരമായിട്ടുള്ള സ്കിൻ ഡിസീസസ് വന്നിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു കാര്യം അതൊന്നുമില്ലാതെ അവർ വന്നിരുന്ന അവരുടെ എന്താണ് നിറത്തിന് കൂട്ടുന്ന സംഭവം ഗ്ലോ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നിട്ടും അത് പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇന്നും കമൻറ്റ് ബോക്സുകളിൽ ലിങ്കെന്നും അല്ലെങ്കിൽ അടിപൊളിയാണെന്നും ഇത് ഇനിയും വേണമെന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന നിങ്ങളോട് സത്യം പറഞ്ഞ സഹതാപമാണ് സുഹൃത്തുക്കളെ. പറയാതിരിക്കാൻ നിവർത്തിയില്ല. നിങ്ങൾക്ക് എന്താണ് പറ്റിയത് നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കണ്ട് ചോദിക്കേണ്ടതാണ് അത്യാവശ്യം. ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബി ജെനുവിൻ എന്നുള്ള ചാനലിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു വീഡിയോ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിനകത്ത് ആലീസ് ക്രിസ്റ്റി വലിക്കുമ്പോൾ നീണ്ടുവരുന്ന താടിയെല്ലുകൾ പ്ലാസ്റ്റിക് സർജന്മാർ തോറ്റുപോകും ഈ മസാജിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനമാണ്. എന്താണ് സംഭവം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വ്യാജവൈദ്യന്മാർ എന്ന സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് കുറച്ച് കൂടിയ കാറ്റഗറിയിലുള്ള ആളുകളാണ്. പ്ലാസ്റ്റിക് സർജന്മാർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സലന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സർജന്മാർ പോലും ഇവരുടെ ചെറിയൊരു കൈ മസാജിന് മുന്നിൽ തോറ്റു തുന്നമ്പടി നിന്ന് പോകും. ഞാനൊരു വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാൻ കാണിക്കത്തില്ല. ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു മസാജ് എന്ന് പറയുന്നത് ഇതുണ്ടോ? നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരിക്കും വന്നാൽ ഇവിടുത്തെ ഈ ജോലൈൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരികയും ചെയ്യും. എനിക്ക് ജോലൈൻ അങ്ങനെ മസാജ് ചെയ്യുമ്പോഴേ ജോലൈൻ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അങ്ങ് വരുന്നു. എത്രമാത്രം വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇവർ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി തരാം. നയൻതാര എന്ന ആക്ട്രസിനെ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ജോലൈൻ്റെ കാര്യം, ഇപ്പം എല്ലാവരും ജോലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണ്ട് ഈ ജോലൈൻ അടിപൊളിയായിട്ടുണ്ടായിരുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയാമെന്ന്. ഇപ്പം നമ്മുടെ ബാലമംഗളമൊക്കെ വായിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൻ്റെ അകത്തുള്ള രണ്ട് കഥാപാത്രങ്ങൾ. ഒന്ന് ടോർപിഡോ എന്ന് പറയുന്നൊരു കഥാപാത്രം, പിന്നെ ഒന്ന് ശുപ്പാണ്ടി എന്ന് പറയുന്ന കഥാപാത്രം, പിന്നെയും ഉണ്ട് മന്ത്രിയുടെ തന്ത്രങ്ങൾ എന്നുള്ള മന്ത്രിയുടെ കഥാപാത്രം. ഈ കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു വിട്ട് മറ്റേ മാങ്ങാണ്ടി എന്താണ് എടുക്കുന്നില്ലേ, അതുപോലത്തെ ഇങ്ങനെ നിൽക്കും. അതോടൊപ്പം തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇത് 2-3 സാഹചര്യങ്ങൾ പണ്ടുള്ള ആൾക്കാർക്ക് സ്ഥിരം ഇതുണ്ടായത്. ഒന്ന്, വളരെയധികം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്ന വളരെയധികം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാർക്ക്, എല്ല് മുറുകെ പണിയെടുത്ത് വേർത്തൊലിച്ച് പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഇവർക്കൊക്കെ ഈ ജോലി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ജോലയിലൊക്കെ വരും. അതായത് ഇവിടുത്തെ മസിൽസൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് മാറുകയും അതിനകത്ത് ഇവിടെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. താടിയെല്ലിൻ്റെ ആ ഒരു സംഭവം കറക്റ്റായിട്ട് ഈ ജോലി കാണാൻ പറ്റും, പുറമേ അത് വിസിബിൾ ആവും. അപ്പം ഇത് ഇന്ന് കൊറിയൻ ഡ്രാമ, കൊറിയൻ സീരീസ്, അതൊക്കെ കണ്ട് കൊറിയൻസിൻ്റെ BTS അടക്കമുള്ള കാര്യങ്ങളെ കണ്ടിട്ട് ഇത് ഭയങ്കരമായിട്ട് ഇന്ന് ഇതായിട്ടുണ്ട്. കാരണം ക്ലീൻ ഷേവ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ സാധനം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ സാധനം ഇങ്ങനെ എന്തൊക്കെയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ആൾക്കാർ ഈ ഒരു സംഭവം പുതിയൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് വളരെയധികം നല്ല രീതിയിൽ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ പട്ടിണി കിടന്നാലും വരും. അതൊക്കെ ഉറപ്പായിട്ട് അറിയാമെന്നുള്ളവർക്ക് അറിയാം. പട്ടിണി കിടന്ന ഈ ജോലിയൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. നിങ്ങൾക്ക് ബ്യൂട്ടി ബോൺ ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള ബോൺസും വളരെ പട്ടിണിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ, കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ എല്ലുമുറുകെ പണിയെടുത്തു കഴിഞ്ഞാൽ, സൂര്യപ്രകാശം കൊണ്ട് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അധ്വാനിച്ച് കഴിഞ്ഞാൽ ഈ ജോലിയൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. പക്ഷേ ഇത് ആധുനിക കാലത്ത് ജോലിയിൽ വരുത്തുന്ന കുറേയധികം പരിപാടികളാണ്. ജോലിയിൽ വരുത്തുന്നതിനോട് ഞാൻ എതിരൊന്നുമല്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സൗന്ദര്യബോധം നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്, കാഴ്ചപ്പാടാണ്. പക്ഷേ ഈ ഒരു കാര്യം ഇതും പലതരത്തിലും ആൾക്കാർക്ക് ഇപ്പം പലതരത്തിലുള്ള ഈ ജോയ് ഇട്ടിട്ട് കളിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, കൈറോപ്രാക്ടിക് എന്ന് പറയുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വീഡിയോസ് കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ജോലൈനൊക്കെ വരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇവിടുത്തെ ഡിസ്ലൊക്കേഷൻ വരും. ആ ഡിസ്ലൊക്കേഷൻ ഒരു പേര് പറയുമല്ലോ, അത് എന്തോ ഒരു സാധനം പറയും. ഓക്കെ, എന്തോ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. ഇവിടുത്തെ ഈ ഒരു ഭാഗത്തിൻ്റെ പേര് TMJ.
ആ TMJ ഡിസ്ലൊക്കേറ്റഡ് ആകുന്ന സമയത്ത് പിടിച്ച് വീണ്ടും എടുത്തിടേണ്ടിയൊക്കെ വരും. പിന്നെയും പല ഗുരുതരമായിട്ടുള്ള വേദനയും പെയിനൊക്കെ അവിടെ വരും. കഴിക്കുന്ന സമയത്ത് ടിക്ക് ശബ്ദമൊക്കെ വരും. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചും കണ്ടുമൊക്കെ മാത്രം ചെയ്യുക കേട്ടോ. അവർ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്ത സമയം മുതൽ ഇങ്ങനെ പപ്പരാസികൾ പറഞ്ഞുകൊണ്ടിരുന്നു നയൻതാര പ്ലാസ്റ്റിക് സർജറി ചെയ്തു. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഒരു തെറ്റൊന്നുമില്ല. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താനാണെങ്കിലും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം കൂട്ടണമെന്ന് നമുക്ക് തോന്നിയാൽ, നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് ഉണ്ട് എങ്കിൽ, ഫിനാൻഷ്യൽ കപ്പാസിറ്റി നമുക്കുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യാം. അതൊരു തെറ്റൊന്നുമില്ല. അപ്പോൾ നയൻതാര പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ പറഞ്ഞ രീതിയിലുള്ള ചിൻ ഓഗ്മെന്റേഷൻ. അതാണ് പുള്ളിക്കാരത്ത് പറഞ്ഞത് പ്ലാസ്റ്റിക് സർജറി വേണ്ട, പുള്ളിക്കാരത്തിയുടെ ഒരു കടവിൽ ഒരു മസാജ് മതി നമ്മുടെ താടിയിൽ നീണ്ടു വരുന്നത്. താടിയിൽ ഒരിക്കലും നീണ്ടു വരത്തില്ല. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല സിനിമാ താരങ്ങൾ, സെലിബ്രിറ്റീസുകൾ, പ്രമുഖരായിട്ടുള്ള പല ആൾക്കാർക്കൊക്കെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഈ താടിയെല്ലിൻ്റെ ഈ അറ്റം ഭാഗം ഇതില്ലാത്ത ആൾക്കാരെന്ന് വെച്ചാൽ അവർ ഈ ഒരു ഫാഷൻ ട്രെൻഡൊക്കെ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് അല്പം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അകത്ത് സാധനം വെച്ച് പിടിപ്പിക്കും. ഓക്കെ, അത് വെച്ച് പിടിപ്പിക്കുക എന്ന് വെച്ചാൽ അതെന്തൊക്കെയോ സംഭവങ്ങളാണ്, എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. സോ എന്തായിരുന്നാലും അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. കാരണം പല തരത്തിൽ മുഖത്തിൻ്റെ ഷേപ്പുകൾ മാറ്റാം, പ്ലാസ്റ്റിക് സർജറിയിലൂടെയൊക്കെ പലതരം ഫേസൊക്കെ മാറ്റാം. ഒരുപാട് ഫേസിൻ്റെ രൂപവും ആകൃതിയും സംവിധാനങ്ങളും മുഴുവൻ അങ്ങ് മാറ്റാം. ചിലരുടെ ചുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ചുണ്ടുണ്ടല്ലോ, 2 ദിവസം കഴിയുമ്പോൾ ബലൂൺ പോലെ തത്തം വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ്. ചില ആൾക്കാരുടെയൊക്കെ കവിള് സംഭവത്തിനൊക്കെ ഇവിടെ വലിച്ച് കെട്ടി അങ്ങ് വച്ചിട്ടുള്ള സെറ്റപ്പൊക്കെ കാണാം. ഇവിടുത്തെ ചുളുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ സംഭവങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം. ഇനി എനിക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയാം. ഇന്ന് എനിക്കൊരാൾ അയച്ചു തന്നിട്ടുള്ള സംഭവമാണ്. UAE വർക്ക് ചെയ്യുന്ന ഒരു വളരെയധികം വലിയൊരു കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാൾ എനിക്ക് അയച്ചു തന്ന മെസ്സേജാണ്. അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ നമ്മുടെ ഈ രഞ്ജിമാർ പറഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് വരുന്ന പരാമർശം, അവരുടെ ഈ ചുണ്ട് കുറച്ചുകൂടെ വളരെ വലുതാക്കുന്നോ അങ്ങനെ എന്തോ സംഭവമൊക്കെ പറഞ്ഞൊരു കാര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അതായത് ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് എന്നുള്ള സാധനം പ്രകാരം ഈ കുറച്ചുകൂടെ നല്ല കട്ടിയുള്ളതോ വലിപ്പം കൂടിയിട്ടുള്ള ഇങ്ങനെ തിക്കായിട്ടുള്ള ചുണ്ടൊക്കെ ഉണ്ടെങ്കിലാണ് ആ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് വരിക. പിന്നെ എന്തൊക്കെയോ സംതിങ്, അതായത് ചില ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട് ഇന്ന നാട്ടിൽ. എനിക്ക് കേട്ടിട്ടുണ്ട് ഒരു നാട്, പേരെനിക്കറിയാൻ പറയുന്നില്ല. ആ നാട്ടിനകത്തുള്ള സ്ത്രീകൾക്ക് ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം വളരെ വലുതായിരുന്നാൽ മാത്രമാണ് അവർക്ക് സൗന്ദര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ആ സൗന്ദര്യം കൂടണമെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ അങ്ങനെ ഇരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം സൗന്ദര്യബോധത്തിനെ കുറിച്ച്. ചില മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്തൊരു ഇൻസെക്യൂരിറ്റി, അപകർഷതാബോധം ഇങ്ങനെ ഉണ്ടാക്കി വിടുന്നതിനകത്ത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഭയങ്കര വലിയ പങ്കുണ്ട്. ഒട്ടും ചെറുതല്ലാത്ത വളരെ വലിയ പങ്കുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വേദനിക്കുന്ന ആൾക്കാർ ഒരു കൂട്ടം ആൾക്കാർ ഏറ്റവും കൂടുതൽ. കാരണം ഇതൊക്കെയാണ് സൗന്ദര്യത്തിൻ്റെ അങ്കലാവണ്യത്തിൻ്റെ സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൗന്ദര്യം മിനുസമുള്ള മുഖം വെട്ടിവെച്ച് വെണ്ണക്കല്ല് പോലെ വെട്ടി എടുത്ത ഈ ഒരു മുഖം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള എന്തോ സമയം രഞ്ജിമാരൊക്കെ പറഞ്ഞെന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമൂഹത്തിൻ്റെ അകത്ത് ഒരു കൂട്ടം ആൾക്കാരെയൊക്കെ വേറൊരു തരത്തിലേക്ക് അത് സ്വാധീനിക്കുന്നു. ചെയ്യാത്തവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. നിങ്ങൾ കുറച്ചുകൂടെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ സംഭവം. പിന്നെ നുണക്കുഴി ഇല്ലാത്തവർക്ക് നുണക്കുഴി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുത്തി അവിടെ കൂടെ കയറ്റി ഇങ്ങനെ ചിരിക്കുമ്പോൾ ഇങ്ങനെ നുണക്കുഴി. ഇതൊക്കെ എനിക്ക് നുണക്കുഴിയാണോ നുണപ്പാലമാണോ എന്ന് പറഞ്ഞിട്ടോ ഇങ്ങനെ നീണ്ടു കിടക്കുക. ഓക്കെ, ഇത് ചിലപ്പം പോയതായിരിക്കും. ഓക്കെ, ഇനി ഇതൊക്കെ ബ്യൂട്ടിയുടെ ഭാഗമാണോ ബ്യൂട്ടിക്ക് എഗെയിൻസ്റ്റ് ആണോ ഒന്നും എനിക്കറിയത്തില്ല. കാരണം ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ മുടിയൊക്കെ വെച്ച് പഠിപ്പിക്കണം. പക്ഷേ എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഈ ഇവിടെ ഇങ്ങനെ കയറിയിട്ടുള്ളതാണ്, എനിക്കും അതുപോലെ കയറി. ഇതങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാനങ്ങ് വിചാരിക്കും. ഓക്കെ, അപ്പൊ നയൻതാരയ്ക്ക് ആ ഒരു മസാജ് ചെയ്യലിലൂടെ ആ ഒരു ചിൻ ഓഗ്മെന്റേഷൻ ചെയ്താൽ പോരായിരുന്നു. അതായത് പുതിയ നിയമം എന്ന് പറയുന്ന സിനിമ യൂട്യൂബിലുണ്ട്, എല്ലാവർക്കും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതിലൊരു സീക്വൻസ് ഉണ്ട്, ഈ റോഷൻ മാത്യൂസും കുറെ പയ്യന്മാരും ചേർന്ന് നയൻതാരയെ ഉപദ്രവിക്കുന്ന ആ ഒരു സീനിൽ നയൻതാരയുടെ കാല് തട്ടിയിട്ടിട്ട് നിലത്തേക്ക് ഇടുമ്പോൾ നയൻതാര തല ഉയർത്തുന്നുണ്ട്. ഉയർത്തുന്ന സമയത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണാം, നിങ്ങൾ നോക്കണം, ആ ഒരു സീൻ യൂട്യൂബിലുണ്ട്. അപ്പോൾ ഈ താടിയുടെ താഴെയായിട്ട് ഒരു സ്കാർ ഉണ്ട്, അത് ചിൻ ഓഗ്മെന്റേഷൻ ചെയ്ത സർജറി സ്കാർ ആണ്. അതായത് താടിയുടെ താഴെ ഒരു മുറിവുണ്ടാക്കി അതിലൂടെ നമ്മുടെ താടിയിൽ റീകൺസ്ട്രക്ട് ചെയ്തെടുത്ത് കൂടുതൽ സുന്ദരമാക്കുന്നതാണ് ചിൻ ഓഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ആ സർജറിയാണ് പുള്ളിക്കാരത്തി പറയുന്നത് ഒരു തടവിലൂടെ ഒരു മസാജിലൂടെ അതേ രീതിയിലുള്ള ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. ഈ പൊട്ടത്തരം വിശ്വസിക്കാൻ കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ പ്രൊമോഷൻ അവരുടെ ഈ ഫീഡിൻ്റെ അകത്ത് ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തോ യൂട്യൂബിൻ്റെ ഷോർട്സിൻ്റെ അകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഒരേ തരത്തിലുള്ള കാര്യം. കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ കണ്ടായിരുന്നു, ഞാനത് ഒന്ന് നോക്കട്ടെ. ആലിസ് ക്രിസ്റ്റിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനം, അത് ഞാനും വീഡിയോ പ്ലേ ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കും. 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ്. ഇവരൊക്കെ എങ്ങനെയൊക്കെയാണ് ആൾക്കാരെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ആലോചിച്ച് നോക്കണം. ഒന്നും വരത്തുമില്ല. ഈ സൈഡ് കേട്ടോ ഭയങ്കര വൈറ്റ് കാസ്റ്റും ഗ്രീസ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ
ലാസ്റ്റ് പറയുന്നുണ്ട് പർച്ചേസ് ചെയ്യുക എന്ന് പറയും. നിങ്ങളിത് പ്രോഡക്റ്റ് ചെക്ക് ഔട്ടിട്ടുണ്ട്, പർച്ചേസ് ചെയ്യുക. ഇതുപോലെ എത്ര പ്രോഡക്റ്റ് ഇത് തൊട്ടടുത്ത ദിവസങ്ങൾ ഇത് വേറെ. ഇതുപോലെ ഇവരുടെ ഈ ഒരു പ്രൊഫൈലിൻ്റെ അകത്ത് കുറച്ച് നാളിന്റെ മുമ്പുള്ള നോക്കുക, അതാ എന്തൊക്കെയോ സംതിങ്. ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതുണ്ടോ, നമ്മള് ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ ജോലി കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരികയും ചെയ്യും. എനിക്ക് എന്റെ മനസ്സിൽ തോന്നും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സ്കിൻ എല്ലാം ഉള്ളിലേക്ക് കയറി പോകുന്നത് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നാനായിട്ട്. അങ്ങനെയൊന്നുമല്ല, ഒരു സ്ഥലം ഇവരൊക്കെ നിങ്ങളെ സുഹൃത്തുക്കളെ ഇതൊന്നും ഇതിൽ കയറുന്നില്ല. ഇങ്ങനെ ഒരു കൂട്ടം സംഭവം പ്രോഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഈ അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു എന്താണ് പ്രൊമോഷൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിമർശനം ഉന്നയിച്ചിട്ടുള്ള ഒരു പുള്ളിക്കാരത്തിലുള്ള ഒരു വീഡിയോയുടെ ഒരു ഭാഗം ഞാൻ പ്ലേ ചെയ്യുന്നില്ല, വീണ്ടും അത് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വേണ്ടെന്ന് എഴുതിയിട്ട്. അപ്പോൾ ആ ലേഡി പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിപ്പോൾ ഭയങ്കര ഇതായിട്ട് ബോറായിട്ട് മാറുന്നുണ്ട്, ഇപ്പം ഈ ഷോർട്സിനകത്ത് മൊത്തം ഇതിനകത്ത് ഇതൊക്കെ തന്നെ പ്രൊമോഷനാണ്. അത് ഞങ്ങൾക്ക് ഷോർട്സിലധികം പൈസയൊന്നും കിട്ടത്തില്ലല്ലോ, അതുകൊണ്ടാണ് പ്രൊമോഷൻ എടുക്കുന്നത്, നമുക്കും ജീവിക്കണ്ടേ, പൈസയൊക്കെ വേണ്ടേ. ആരാ പറയുന്നത്? ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടുള്ള വളരെയധികം നല്ല സാലറി കിട്ടുന്ന ഒരു തൊഴിലൊക്കെ ഉള്ള അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള അടിത്തറയുള്ള ഫാമിലിക്കകത്ത് പെട്ടത് ജീവിക്കാൻ പൈസ വേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാൻ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്, ഫേസ് ഷേപ്പ് എങ്ങനെ മാറി, അല്ലെങ്കിൽ ഫേസ് എങ്ങനെ ഷേപ്പായി കുറച്ചുകൂടെ മാറിയല്ലോ എന്ന് കണ്ടിട്ട് ഈ ഒരു ലുക്കിലേക്ക് മാറിയത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് 1-2 കാരണങ്ങളുണ്ട്. ഒന്നുകൂടെ ഡിപ്പ് ചെയ്യാം. ഒരു 2 to 3 minutes നമുക്ക് ചെയ്തെടുക്കാം. കളർ വെച്ച് കഴിഞ്ഞാൽ പറയും ഇത് മറ്റേ ഇഞ്ചക്ഷൻ എടുത്ത് വെളുത്തതാണെന്നുള്ളത്. ഇപ്പൊ എനിക്ക് കുളിക്കാനും നനയ്ക്കാനും പറ്റിയതുകൊണ്ട് എന്റെ കാരണന്മാർ കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് അവരുടെ ഒരു കോലവും രൂപം എനിക്ക് കിട്ടുമോ, അതുകൊണ്ടാണ് ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ടല്ല ആ സൗന്ദര്യം ദൈവം നല്ലതാണ് ഭംഗി കാരണന്മാര് ജനിപ്പിച്ചപ്പോ കാരണന്മാരുടെ ഒരു ഭംഗിയാണ് എനിക്ക് കാരണം. ഇതൊക്കെ ട്രോളാട്ടോ, ട്രോളിൻ്റെ അകത്തുണ്ട്, നിങ്ങൾ പോയി കണ്ടാൽ മതി. ഞാൻ അടുത്ത് വേറെ സ്കിൻ കെയർ. കഴുകിയതിനു ശേഷം നനവുള്ള മുഖത്ത് വേണം നമ്മുടെ ഈ കോസാറസിന്റെ സ്റ്റീം യൂസർ ഇടാൻ. ഇത് ശരിക്കും എന്റെ ഓർമ്മയിൽ ഒരു 1.5 മാസം കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും തീർന്നിട്ടുള്ളൂ. ഞാൻ കരുതി ഈ ഒരു ബോട്ടിൽ പെട്ടെന്ന് തീരും, അത്യാവശ്യം നല്ല കാശുണ്ട്, പെട്ടെന്ന് തീരുന്നു വിചാരിച്ചു. പക്ഷെ അത്ര പെട്ടെന്ന് തീരുന്നില്ല. ഞാൻ 3 പമ്പാണ് എടുക്കുന്നത്, 1, 2, 3 പമ്പ്. എനിക്ക് എന്നിട്ട് തീരുന്നില്ല. ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്തപ്പോൾ സ്റ്റാർട്ടിംഗ് ഒന്നും എനിക്ക് ആദ്യത്തെ 2 ആഴ്ച എനിക്ക് ഒരു മാറ്റം തോന്നിയില്ല. ഈ വെറുതെ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നി. പക്ഷെ എന്റെ കസിൻ എന്നോട് പറഞ്ഞായിരുന്നു രാത്രി കിടക്കാൻ അത് ചോദിക്കണേ, ഇവർ ഇപ്പം തന്നെ ഞാൻ എത്ര പ്രോഡക്റ്റ് പറഞ്ഞിട്ടുണ്ട്, ആ പ്രോഡക്റ്റിലധികം അവർ ഓൾറെഡി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അധികം പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്ത് ഇവർ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളെ ചതിക്കുകയല്ലാതെ പിന്നെ എന്താ ചെയ്യുന്നത്? ഇവർ പല പ്രോഡക്റ്റുകൾ നിരന്തരമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അടിപൊളി പ്രോഡക്റ്റാണ്, ഇത് ഗ്ലോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ സാധനം പർച്ചേസ് ചെയ്യുന്നു, നിങ്ങളുടെ ഷോക്കേസിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് പുള്ളിക്കാരുടെ അടുത്ത ഷോർട്സ് വരുമ്പോൾ ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ പറയും, ഹലോ ഗൈസ്, ഇത് മറ്റൊരു പ്രോഡക്റ്റാണ്, ഇത് അടിപൊളിയാണ്, ഞാൻ നേരത്തെ ഇട്ട പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അത് ഇതിവിടെ ഇട്ടു. നേരത്തെ പ്രോഡക്റ്റ് കണ്ടോ വളരെ അഴുക്കുകയാണ്, ഇത് കണ്ടോ മറ്റേത് അച്ഛനേക്കാൾ മോശം, ഇതാണെങ്കിലോ മോശം, അടിപൊളിയാണ്. ഓക്കെ, ഇത് മറ്റേ അഴുക്ക ചെറുക്ക അച്ഛനേക്കാൾ മോശം എന്ന് പറയുമ്പോഴത്തെ പഴയത് അത് മോശമാണല്ലോ, ഇപ്പോൾ പുതിയത് വന്നു, അതാണ് നല്ലത്. സോ ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ ആലിസ് ക്രിസ്റ്റിയൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് അവസാനം എടുത്ത് മറ്റേ കോപ്പിറൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തുന്നൊക്കെ ആരൊക്കെ പറഞ്ഞ് അങ്ങനെ അടിക്കുവാണെങ്കിൽ അടിച്ചോളൂ. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ട് എത്ര എണ്ണം കയറും എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അത്ര എനിക്ക് പറയാനുള്ളത്. അതിന് വേറെ കാരണങ്ങളൊക്കെ ഉണ്ട്. എനിവേ, ഇതൊക്കെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്തിരിക്കുന്ന സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വകയും അറിയാതെ സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിൻ്റെയും കോസ്മെറ്റോളജിസ്റ്റിൻ്റെയും പണി നിങ്ങൾ ചെയ്യുന്നു. ആ ഒരു കാര്യത്തിലൂടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇതുമൂലം ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്ന ഗുരുതരമായ രോഗം, ഈ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എല്ലാം സിംപിളി കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളൊരു രോഗം, വിദൂരമല്ലാതെ കിട്ടാൻ സാധ്യതയുള്ളൊരു രോഗം ക്യാൻസറാണ്. അത് മറക്കാതിരിക്കുക. ഇനി ഈ പറയുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കാലത്ത് ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് ഇവർ ഇതെല്ലാം പറയുന്നത് എല്ലാത്തിൻ്റെ അകത്തും ലെഡ്, മെർക്കുറി, മറ്റത് പല സാധനങ്ങളും അടങ്ങിയത് നിങ്ങളടുത്ത് ഇങ്ങനെ ദേഹത്ത് വലിച്ചു വാരി പൊത്തൂലേ. ഇതിന് ശേഷം നിങ്ങളുടെ ബോഡി റിയാക്ഷൻ വരും. ഒരു പ്രായം കുറച്ച് നാൾ കഴിയുമ്പോൾ ആ റിയാക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് ക്യാൻസർ വന്നിട്ടുള്ള ആൾക്കാർക്ക് പലതരത്തിൽ ക്യാൻസർ വന്നിട്ട് കാരണത്തിനെ കുറിച്ച് നിങ്ങൾ ഗൂഗിളോ മറ്റുള്ള കാര്യങ്ങളോ സെർച്ച് ചെയ്ത് നോക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചതിൻ്റെ കൂടെ ഒരു ഡോക്ടറിൻ്റെ ഒരു ഇതിൽ നിന്ന് കിട്ടുന്നതല്ലാതെ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നൊരു കാര്യം വീണ്ടും വാങ്ങി പൊത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തലച്ചോറിൻ്റെ അകത്ത് എന്താണ് കളിമണ്ണാണോ എന്നാണ് എനിക്കിവരുടെ ഈ അന്ധമായ ആരാധകരോട് ചോദിക്കാനുള്ളത്. സോ ഗൈസ്,
നിങ്ങൾ പറയൂ, അടുത്ത് ആരാണ് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും 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 പിന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ വീണ്ടും വീണ്ടും സുന്ദരന്മാരെ സുന്ദരികളാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അവരെക്കുറിച്ച് സംസാരിക്കാം. ഇത് പാർട്ട് 3 ആണ്. സോ ഒരുപാട് പേർക്ക് ചിലപ്പം ഇതിൻ്റെ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിന് നമ്മളോട് വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ബ്യൂട്ടി വ്ളോഗേഴ്സ് അല്ല, ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ നല്ല രീതിയിൽ പൈസ മുടക്കി നിങ്ങൾ കോസ്മെറ്റോളജിസ്റ്റിനെയും മറ്റുള്ള വലിയ വലിയ ഡെർമാ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടുകൊണ്ട് നിങ്ങളുടെ സ്കിന്നൊക്കെ വളരെയധികം നന്നായിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നു, നിങ്ങളെ ഹെൽത്ത് നന്നായിട്ട് നോക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് പൈസ കിട്ടുമെന്നുള്ള കാരണം കൊണ്ട് കുറച്ച് നേരത്തെ ഈ ഒരു സാധനം യൂസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ച് പാവങ്ങളെ പറ്റിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? നാളെ നിങ്ങൾക്ക് ശാപം കിട്ടാതിരിക്കാൻ നമ്മൾ ഇന്നേ അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കുന്നതാണ് സുഹൃത്തുക്കളെ. അതായത് ഈ പറയുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സിനോടാണ് തൊഴുത് പറയുന്നത് നിങ്ങളുടെ പൊള്ളത്തരമാണ് പറയാൻ ശ്രമിക്കുന്നത്. അല്ല, നിങ്ങളോട് യാതൊരു വെറുപ്പുമില്ല. ചിലപ്പോൾ നിങ്ങൾ അറിവില്ലായ്മയായിരിക്കാം, എങ്കിലും നിങ്ങൾ മാറ്റാനും തിരുത്താനും തയ്യാറാവുക. വാങ്ങുമെന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ ഈ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഹെൽത്ത്, മറ്റുള്ള കാര്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി നിങ്ങൾ കൂടെ നിൽക്കുമോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ പറയാൻ ബാധ്യതയുണ്ട്. അത് ഒരുപാട് താമസമൊന്നുമില്ല. ആൾക്കാരതിന് തീർച്ചയായിട്ടും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും. ചോദ്യങ്ങൾ ചോദിക്കുകയും വേണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവരൊക്കെ പറഞ്ഞ പ്രോഡക്റ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാണെങ്കിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കണം. ഇനിയും വൈകിക്കൂടാ. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഈ ലോകം തന്നെ മാറിയിട്ടുള്ളത്. ആ ചോദ്യം നിങ്ങളും ചോദിച്ചു തുടങ്ങണം. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത് ആ വളഞ്ഞ വഴിയിൽ കൂടെ ഇങ്ങനെ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇൻഫ്ലുവൻസറിന്റെ പേര് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുക ഗൈസ്. ബൈ.